ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ വിഷമമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ മുയലുകളുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കുറേ വീഡിയോസിൽ അവരിനെ ഇട്ടിട്ടുണ്ട്. പക്ഷേ 2 ദിവസം മുന്നേ പുറത്തുനിന്നുള്ള നായ്ക്കൾ വന്നിട്ട് അവരെ 4 മുയൽ കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞു കേട്ടോ. അതായത് ഒരാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നെ ആൺമുയലിനും പെൺമുയലിനും കുഴപ്പമില്ല കേട്ടോ. അവർ മുകളിലത്തെ കൂട്ടിലായിരുന്നു, താഴത്തെ കൂട്ടിലായിരുന്നു ഈ 5 കുട്ടികളും. അപ്പോൾ അവരെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2.5 മാസമായിട്ട് അത്യാവശ്യം നല്ലവണ്ണം വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെൻ്റായിട്ടിട്ട വീഡിയോസിലെല്ലാം അവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും വലുതായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു എന്താ പറയുക. പിന്നെ നമ്മുടെ വീട്ടിൽ 2 പട്ടികളുണ്ടല്ലോ, ഞാൻ അവരെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അവരൊരുപാട് കുറച്ചു കേട്ടോ അന്നത്തെ രാത്രി. പക്ഷേ ഞാനും കുട്ടികളും ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് തുറന്ന് നോക്കാൻ പേടിയായിട്ടോ, വാതിൽ തുറന്ന് നോക്കാൻ പേടിയായിട്ട് ഞാനങ്ങനെ. പിന്നെ പുറത്ത് പട്ടികൾ കാണുമ്പോഴും ഇവർ കുറയ്ക്കാറുണ്ട്. സാധാരണയായിട്ട് രാത്രി ഇടയ്ക്ക് ഇവർ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ അത് വിട്ടു. പക്ഷേ പിന്നെയാണ് പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് ഇത് പട്ടികൾ വന്നിട്ട് നമ്മുടെ മുയലുകളെ മൊത്തം കൊന്നു കളഞ്ഞു എന്നുള്ളത്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ വളരെ വിഷമമുള്ള കാര്യം. നമുക്ക് ചുറ്റും മതിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് നമ്മൾ ചുറ്റും പട്ടിക വെച്ചിട്ട് നമ്മൾ പച്ച നെറ്റ് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കൂടെയൊക്കെ ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ കെട്ടിയതൊക്കെ ലൂസായി അതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് ആ ഗ്യാപ്പിലൂടെ പുറത്തുള്ള പട്ടികൾക്ക് അകത്ത് കയറാം. അതുപോലെ ഇവരും പുറത്ത് പോകാറുണ്ട്, നമ്മുടെ വീട്ടിലെ പട്ടികളും. അതുകൊണ്ട് നമ്മളെപ്പോഴും രാത്രി ഇവരെ കെട്ടിയിടുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾ പോയത് കേട്ടോ. നമ്മുടെ റാണിയും ബെല്ലയും തുറന്നു വിട്ടതാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും അവർ എന്താ പറയുക പുറത്തുനിന്നുള്ള പട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇവരവർ ഓട്ടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊന്നും നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.